ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ദർസ് സുന്നത്തനുസരിച്ച് ഉംറ നിർവഹിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ. ഇത് ഷേഖ് അബൂ ഖദീജ ഹഫിദഹുല്ലയുടെ വെബ്സൈറ്റിൽ നിന്നെടുത്തതാണ്. അദ്ദേഹം ഇബ്നു ഉസൈമീൻ, ഷേഖ് അൽ അൽബാനി, ഷേഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തതാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഉംറയിൽ ഉൾപ്പെടുന്നത് 4 കാര്യങ്ങളുണ്ട്. 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്, 4 മുടി മുണ്ടനം ചെയ്യുക അല്ലെങ്കിൽ ചുരുക്കുക. ഈ 4 കാര്യങ്ങളാണ് ഉംറയിലുള്ളത്. 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്, 4 മുണ്ടനം ചെയ്യുക അല്ലെങ്കിൽ ചുരുക്കുക. ഇഹ്റാമിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശം എന്നാൽ, നിയത്ത് എന്നാൽ ഉംറയുടെ കർമ്മങ്ങളിൽ പ്രവേശിക്കുകയും അതിനായി വസ്ത്രം ധരിക്കുകയും ചെയ്യുക എന്നതാണ്. അതിനാൽ ഉംറ ഉദ്ദേശിക്കുന്നയാൾ, അവൻ അല്ലെങ്കിൽ അവൾ ലൈംഗിക അശുദ്ധി സംഭവിച്ചാൽ കുളിക്കുന്നത് പോലെ കുളിക്കണം, അഥവാ ഗുസ്ല് ചെയ്യുക. അപ്പോൾ ഒരു വ്യക്തി തനിക്ക് ലഭ്യമായ ഏറ്റവും മികച്ച സുഗന്ധം പുരട്ടണം. അതായത് ഊത് അല്ലെങ്കിൽ അതല്ലാത്തത്. അവർ അത് തലയിലും താടിയിലും മറ്റെവിടെയെങ്കിലും പുരട്ടണം. ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം അവശേഷിക്കുന്ന സുഗന്ധം ഉംറയുടെ കർമ്മങ്ങൾക്ക് ദോഷം വരുത്തുന്നില്ല. ഇഹ്റാം വസ്ത്രത്തിൽ സുഗന്ധം പ്രയോഗിക്കാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തനിക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സുഗന്ധം അദ്ദേഹം പ്രയോഗിക്കുമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തലയിലും താടിയിലും കസ്തൂരി തിളങ്ങുന്നത് ഞാൻ കാണും. ഇഹ്റാമിനുള്ള ഗുസ്ൽ അഥവാ കുളി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രസവശേഷം ആർത്തവമോ രക്തസ്രാവമോ ഉള്ള സ്ത്രീകൾക്ക് പോലെ സുന്നത്താണ്. ഹജ്ജ് നിർവഹിക്കാൻ പോകുമ്പോൾ മദീനക്കടുത്തുള്ള ദുൽ ഹുലൈഫയിൽ വെച്ച് മുഹമ്മദ് ഇബ്നു അബൂബക്കറിനെ പ്രസവിച്ച ശേഷം അസ്മാ ബിൻത് ഉമൈസിനോട് കുളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്, കുളിക്കുക, ഒരു തുണി കൊണ്ട് നിങ്ങളെ തന്നെ കെട്ടുക, രക്തം പടരാതിരിക്കാനും ഇഹ്റാമിൽ പ്രവേശിക്കാനും. അതിനാൽ കുളി കഴിഞ്ഞ് സുഗന്ധം പുരട്ടിയ ശേഷം, അത് പുരുഷന്മാർ മാത്രമാണ്, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുന്നു. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം താഴത്തെ ശരീരത്തിന് വലിയ തുണിയും, അതിന് ഇസാർ എന്ന് പറയും, മുകളിലെ ശരീരത്തിന് വലിയ തുണിയും, അതിന് റിദ എന്ന് പറയും. ട്രൗസർ, ഷോർട്സ്, ഷർട്ട്, ലെതർ സോക്സ്, കുഫൈൻ എന്നിങ്ങനെ കൈകാലുകൾക്ക് ചുറ്റും രൂപമെടുക്കുന്ന ഒരു വസ്ത്രവും പുരുഷന് അനുവദനീയമല്ല. കൂടാതെ അവൻ തലപ്പാവോ തുണിയോ തൊപ്പിയോ കൊണ്ട് തല മറക്കരുത്. കണങ്കാലുകൾ മറയില്ലാതെ തുടരുന്നിടത്തോളം കാലുകൾ മൂടുന്ന എന്തും അയാൾക്ക് ധരിക്കാം. ഒരാൾക്ക് മീഖാത്തിലെത്തുന്നതിന് മുമ്പ് എളുപ്പവും സൗകര്യപ്രദവുമാണെന്ന് തോന്നുകയാണെങ്കിൽ, വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ഇഹ്റാം വസ്ത്രം ധരിക്കാൻ അനുവാദമുണ്ട്. തുടർന്ന് മീഖാത്ത് കടക്കുന്നതിന് തൊട്ട് മുമ്പ് തൽബിയത്ത് ചൊല്ലി ഇഹ്റാമിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യം പ്രകടമാക്കാത്തിടത്തോളം കാലം അവൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം. അതായത് ഒരു ജിൽബാബ്. അവൾക്ക് നിക്കാബ് അഥവാ മുഖം മൂടുന്ന നിക്കാബ് കെട്ടാനോ കയറുകൾ ധരിക്കാനോ അനുവാദമില്ല.
എന്നാൽ മെഹറമല്ലാത്ത അഥവാ ബന്ധമില്ലാത്ത പുരുഷന്മാർ സമീപത്ത് വരുമ്പോൾ അവളുടെ തലയിൽ നിന്ന് തുണി വലിച്ചുകൊണ്ട് അവളുടെ ജിൽബാബ് അല്ലെങ്കിൽ ഖിമാർ കൊണ്ട് മുഖം മറക്കാം. പിന്നെ അവളുടെ മുഖത്ത് തുണി തൊടുന്നത് പ്രശ്നമല്ല. ഇത് കൂടാതെ അവൾ അവളുടെ പാദങ്ങൾ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പുകൾ കൊണ്ട്, കണങ്കാൽ സോക്സുകൾ കൊണ്ട്, കൈത്തണ്ട, ചെവി, മുടി, കഴുത്ത് മുതലായവ ഉൾപ്പെടെ അവളുടെ ശരീരം മുഴുവൻ മൂടണം. ശേഷം സമയമായെങ്കിൽ നിർബന്ധ നിസ്കാരം നിസ്കരിക്കുക. ഇല്ലെങ്കിൽ വുളുവിൻ്റെ സുന്നത്ത് പൂർത്തിയാകാൻ എന്ന ഉദ്ദേശത്തോടെ 2 റക്അത്ത് നിസ്കരിക്കാം. ആർത്തവമോ പ്രസവാനന്തര രക്തസ്രാവമോ ഉള്ള സ്ത്രീകൾക്ക് നിസ്കരിക്കാനോ തവാഫ് അല്ലെങ്കിൽ ഉംറയിലെ സൈ അനുവദനീയമല്ല. ഒരാൾ നിസ്കരിച്ച് അങ്ങനെ മീഖാത്തിലെത്തിയതിന് ശേഷം കരയിലൂടെയോ ആകാശത്തിലൂടെയോ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സ്ഥലം അതാണ് മീഖാത്ത്. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സ്ഥലം അതാണ് മീഖാത്ത്. അവർ തൽബിയ ഉച്ചരിക്കുന്നു. മീഖാത്ത് കടക്കുന്നതിന് തൊട്ട് മുമ്പ്, ഇപ്പം വിമാനത്തിലാണെങ്കിൽ മീഖാത്ത് കടക്കുന്നതിന് തൊട്ട് മുമ്പ് തൽബിയ ഉച്ചരിച്ച് ഇഹ്റാമിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. തൽബിയ ഉച്ചരിക്കാൻ അവർ വിമാനത്തിൽ നേരിട്ട് മീഖാത്തിന് മുകളിലൂടെ എത്തുന്നത് വരെ കാത്തിരിക്കരുത്. മീഖാത്ത് എത്തുന്നത് വരെ കാത്തിരിക്കരുത്. കാരണം അവർക്കത് നഷ്ടമായേക്കാം. മീഖാത്ത് കടന്നു പോകാം. അതുകൊണ്ട് മീഖാത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ തൽബിയത്ത് ചൊല്ലി ഇഹ്റാമിൽ പ്രവേശിക്കണം. തൽബിയ ചൊല്ലുന്നത് ഇപ്രകാരമാണ്: ലബ്ബൈക് അല്ലാഹുമ്മ ബി ഉംറത്തിൻ. അല്ലാഹുവേ, ഞാനിതാ ഇവിടെ ഉംറ ചെയ്യുന്നു. അപ്പോൾ ഒരാൾ നിന്നുകൊണ്ട് കിബിലക്ക് അഭിമുഖമായി നിന്ന് ഇങ്ങനെ ചൊല്ലുന്നു: അല്ലാഹുമ്മ ഹാദിഹി ഉംറത്തുൻ ലാ റിയാഅ ഫീഹാ വലാ സുംഅ. അല്ലാഹുവേ, ഇതൊരു ഉംറയാണ്, അതിൽ കീർത്തിയോ പ്രശസ്തിയോ ഇല്ല. അതിനുശേഷം അയാൾ കിബിലയിൽ എത്തുന്നത് വരെ, കഅബയിൽ എത്തുന്നത് വരെ ഈ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് തൽബിയ ഉച്ചത്തിലും ഇടയ്ക്കിടെയും ചൊല്ലുന്നത് തുടരണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതാ ഞാനിവിടെ അല്ലാഹുവേ, ഇതാ ഞാനിവിടെ, നിനക്ക് പങ്കാളിയില്ല, ഇവിടെ ഞാനുണ്ട്, തീർച്ചയായും എല്ലാ സ്തുതിയും നിനക്കാണ്, എല്ലാ അനുഗ്രഹവും നിന്നിൽ നിന്നാണ്, എല്ലാ ആധിപത്യവും നിന്റേതാണ്, നിനക്ക് പങ്കാളിയില്ല. തൽബിയയിൽ നിന്ന് ചൊല്ലേണ്ടത്: ലബ്ബൈക ഇലാഹൽ ഹഖ്, ഞാനിതാ ഇവിടെ സത്യത്തിൻ്റെ ഇലാഹേ. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തൽബിയ കൊണ്ട് ശബ്ദം ഉയർത്തലാണ് പുരുഷന്മാർക്കുള്ള സുന്നത്ത്. ജിബ്രീൽ എൻ്റെ അടുത്ത് വന്ന് തൗഹീദിൻ്റെയും തൽബിയയുടെയും വചനങ്ങൾ കൊണ്ട് ശബ്ദമുയർത്താൻ സഹാബികളോട് കൽപ്പിക്കാൻ എന്നോട് കൽപ്പിച്ചു. ഇത് മുസ്ലിമും അബൂദാവൂദും തിർമിദിയും ഇബ്നു മാജയും നസായും റിപ്പോർട്ട് ചെയ്തതാണ്. തൽബിയക്കൊപ്പം ഒരാളുടെ ശബ്ദം ഉയരുന്നത് അള്ളാഹുവിൻ്റെ ആരാധനയുടെ അടയാളങ്ങളും ഏകത്വവും പ്രകടമാക്കുന്നു. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ തൽബിയുടെ കൂടെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ദിക്ർ കൊണ്ടോ അവളുടെ ശബ്ദം ഉയർത്തരുത്. അവളത് മറച്ചു വെക്കേണ്ടതുണ്ട്. ഒപ്പം സ്വയം എളിമയോടെ അവളുടെ തൽബിയ ശാന്തമായ ശബ്ദത്തിലായിരിക്കണം. മാത്രമല്ല, അവൾക്ക് ചുറ്റും ബന്ധമില്ലാത്ത പുരുഷന്മാരുണ്ടെങ്കിൽ അവർ കേൾക്കാൻ പാടില്ല. തൽബിയുടെ അർത്ഥം അല്ലാഹുവേ, ഞാനിതാ ഇവിടെ എന്നതിൻ്റെ അർത്ഥം റബ്ബേ, നിനക്ക് ഉത്തരം നൽകുകയും നിന്റെ അനുസരണം സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നതാണ്. കാരണം ഏറ്റവും പരിപൂർണനായ അല്ലാഹു അവന് പ്രിയപ്പെട്ട 2 പേരായ ഇബ്രാഹിമിൻ്റെയും മുഹമ്മദിൻ്റെയും നാവുകളിൽ ഇപ്രകാരം പ്രസ്താവിച്ചു: നിങ്ങൾ ഹജ്ജ് ജനങ്ങളോട് പ്രഖ്യാപിക്കുക, അവർ കാൽനടയായും മെലിഞ്ഞ ഒട്ടകത്തിന്മേലും നിങ്ങളുടെ അടുക്കൽ വരും. അവർക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ
അവർ എല്ലാ ആഴമേറിയതും ദൂരവുമായ പർവ്വതങ്ങളിൽ നിന്ന് വരും. മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഉംറ ചെയ്യുന്നുവെങ്കിൽ ആ ഉദ്ദേശ്യം ആദ്യം മുതൽ ഹൃദയത്തിൽ ഉണ്ടാവണം. അവർ മീഖാത്തിൽ പറയേണ്ടത് അല്ലാഹുമ്മ ലബ്ബക ഉംറ ആൻഡ് ഫുലാൻ, അല്ലാഹുമ്മ ലബ്ബക ഉംറ ആൻഡ് ഫുലാൻ. ഫുലാൻ എന്ന് പറഞ്ഞാൽ അവിടെ ആ വ്യക്തിയുടെ പേര് പറയണം. ആർക്കാണ് ഉംറ ചെയ്യുന്നത് ആ ഉംറ ചെയ്യുന്ന വ്യക്തിയുടെ പേര് ഇത് പറഞ്ഞതിന് ശേഷം പറയണം. ഒരാൾ മറ്റൊരാളുടെ പേര് പറയാതെ സാധാരണ തൽബിയ ചെയ്താലും അവൻ്റെ ഉദ്ദേശം ആ വ്യക്തിക്ക് വേണ്ടി ആണെങ്കിൽ ഉംറ അവൻ ഉദ്ദേശിച്ചവന് കണക്കാക്കുന്നു. ഇനി കുട്ടികൾ, വിവേചന ബുദ്ധിക്ക് താഴെയുള്ള അഥവാ 7 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഹജ്ജും ഉംറയും കണക്കാക്കപ്പെടും. സാന്ദർഭികമായി പറയാണ്, ചെറിയ കുട്ടികൾ സൽക്കർമ്മങ്ങൾ ചെയ്താലും അവർക്ക് പ്രതിഫലമുണ്ട്. അവർ തിന്മ ചെയ്താൽ അതിന് മലക്കുകൾ എഴുതി വെക്കൂല, പക്ഷെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. അനുഗമിക്കുന്ന രക്ഷിതാവ് തൻ്റെ കുട്ടി ഉംറ നിർവഹിക്കണമെന്ന് അവൻ്റെ ഹൃദയത്തിൽ ഉദ്ദേശിക്കണം. അതൊരു ആൺകുട്ടിയാണെങ്കിൽ ഇഹ്റാം വസ്ത്രങ്ങൾ അവൻ്റെ മേൽ വെക്കുന്നു. അവന് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി തൽബിയ ചൊല്ലുന്നു. അതിനാൽ മുതിർന്നവർ തവാഫും സഅയും ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ കുട്ടികളുടെ കൈകൾ പിടിക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകാം. കുട്ടി അറിയാതെയോ അല്ലാതെയോ ഇഹ്റാം ലംഘനത്തിൽ അകപ്പെട്ടാൽ നഷ്ടപരിഹാരമോ പ്രായശ്ചിത്തമോ ഒന്നും നൽകേണ്ടതില്ല. തീർത്ഥാടന അനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കുന്നതിൽ നിന്ന് തങ്ങളെ തടഞ്ഞേക്കാവുന്നൊരു തടസ്സം ആരെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ അസുഖം മൂലമോ അല്ലാതെയോ ഇഹ്റാമിൻ്റെ ഉദ്ദേശത്തിൽ ഒരു ഉപാധി വെക്കൽ സുന്നത്താണ്. അതിങ്ങനെയാണ്: അല്ലാഹുമ്മ മഹില്ലി ഹൈസു ഹബസ്തനി, അല്ലാഹുവേ നീ എന്നെ തടയുന്നിടത്തെല്ലാമാണ് എൻ്റെ സ്ഥാനം. അതിനർത്ഥം അസുഖം, യാത്രയിലെ കാലതാമസം തുടങ്ങിയ ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും എന്നെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അത് കാരണം ഞാൻ എൻ്റെ ഇഹ്റാമിൽ നിന്ന് പുറത്തു പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുബാബിൻ സുബൈറിനെ സന്ദർശിച്ച് അവളോട് ചോദിച്ചു, ഒരു പക്ഷേ നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അവർ മറുപടി പറഞ്ഞു, അല്ലാഹുവാണ്, എനിക്ക് ഒരു അസുഖം തോന്നുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഹജ്ജ് നിർവഹിച്ച് ഒരു നിബന്ധന വെച്ചിട്ട് പറയുക, അല്ലാഹുമ്മ മഹില്ലി ഹൈസു ഹബസ്തനി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിയത് നിങ്ങൾക്കുള്ളതാണ്. ഇത് ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. അനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കുന്നതിൽ നിന്ന് അവനെ തടയുന്ന ഒരു തടസ്സത്തെ ഭയപ്പെടാത്തവനെ സംബന്ധിച്ചിടത്തോളം ഈ നിബന്ധന ഉച്ചരിക്കാൻ അവന് അനുവാദമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൽ പ്രവേശിക്കുമെങ്കിലും ഈ നിബന്ധന പറഞ്ഞിരുന്നില്ല. ഞാനിത് ചെയ്യുന്നു നിങ്ങളുടെ തീർത്ഥാടന അനുഷ്ഠാനങ്ങൾ എന്നിൽ നിന്നെടുക്കുന്നതിന് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ കാരണം ഒരാൾ അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടരണം. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അതിനാൽ എല്ലാവരോടും ഒരു നിബന്ധന വെച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിക്കാൻ അദ്ദേഹം കൽപ്പിച്ചിട്ടില്ല. പകരം ദുബാബിൻ സുബൈറിനോട് അവർക്ക് അനുഭവിക്കുന്ന അസുഖവും അവരുടെ തീർത്ഥാടനത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കാൻ അവർക്ക് കഴിയില്ലെന്ന ഭയവും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിബന്ധന വെക്കാൻ കൽപ്പിച്ചു. ഉംറ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മുതൽ അവൻ അല്ലെങ്കിൽ അവൾ തവാഫ് ആരംഭിക്കുന്നത് വരെ ഉംറ നിർവഹിക്കുമ്പോൾ തൽബിയ പാരായണം ചെയ്യുന്നത് മുഹ്രിമിൽ, ഇഹ്റാമിൻ്റെ അവസ്ഥയിലുള്ള ആൾക്കാണ് മുഹ്രിം എന്ന് പറയുക, മുഹ്രിമിൽ തുടരണം. അപ്പോൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഒരാൾ മക്കയോട് അടുക്കുമ്പോൾ അത് അദ്ദേഹത്തിന് എളുപ്പമാണെങ്കിൽ കുളിക്കാൻ ശുപാർശ ചെയ്യപ്പെട്ടതാണ്. കാരണം അതിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുസ്ൽ ചെയ്തിരുന്നു.
ഒരാൾ മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിൽ എത്തുമ്പോൾ അതിൽ പ്രവേശിക്കാൻ വലത് കാൽ മുന്നോട്ട് വെച്ച് അവൻ പറയണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വസല്ലിം, അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക. അല്ലാഹുവേ, മുഹമ്മദിന് പ്രാർത്ഥനയും സമാധാനവും അയക്കുക. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരയണമേ. വിശുദ്ധ ഭവനമായ കഅബയിലെത്താൻ തനിക്ക് സൗകര്യമൊരുക്കിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവൻ സ്വീകരിക്കുന്നവനാണെന്ന ബോധത്തോടെ, കീഴ്വണക്കത്തോടെയും വിനയത്തോടെയും അള്ളാഹുവിൻ്റെ മഹത്വവും ശക്തിയും അംഗീകരിച്ചും ഒരാൾ പ്രവേശിക്കണം. തുടർന്ന് അയാൾ തൻ്റെ തവാഫ് ആരംഭിക്കുന്നതിനായി കറുത്ത കല്ലുള്ള മൂലയിലേക്ക് ലക്ഷ്യമായി ആ വീട്ടിലേക്ക്, കഅബയിലേക്ക് പോകുന്നു. അദ്ദേഹം പറയുന്നില്ല, ഞാൻ തവാഫ് ഉദ്ദേശിക്കുന്നുവെന്ന് പറയുന്നില്ല. ഈ തരത്തിലുള്ള ഉച്ചാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉദ്ദേശത്തിൻ്റെ സ്ഥാനം ഹൃദയത്തിലാണ്. പണ്ഡിതന്മാരുടെ ഏറ്റവും ശരിയായ അഭിപ്രായത്തിൽ തവാഫിന് വുളു നിർബന്ധമാണ്, എന്നാൽ സൈന് വുളു നിർബന്ധമില്ല. അവൻ എന്നിട്ട് അവൾ നേരെ കറുത്ത കല്ലിൻ്റെ അടുത്തേക്ക് പോയി അതിനെ അഭിമുഖീകരിച്ച് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയണം. അവൻ വലത് കൈകൊണ്ട് അതിൽ സ്പർശിക്കണം. അവന് എളുപ്പമാണെങ്കിൽ അവൻ ചുംബിക്കണം. പ്രതാപിയും മഹത്വമുള്ള അള്ളാഹുവിനെ ആരാധിച്ചും അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിച്ചും അത് ചെയ്യുന്നു. കല്ലിന് ഗുണമോ ദോഷമോ വരുത്താൻ കഴിയുമെന്ന് ഒരു തരത്തിലും വിശ്വസിക്കുന്നില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ പക്കലാണ്. വിശ്വാസികളുടെ നേതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കറുത്ത കല്ലിനെ ചുംബിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു: നീ ഒരു കറുത്ത കല്ലാണെന്ന് എനിക്കറിയാം. നിനക്ക് ഉപദ്രവിക്കാനോ പ്രയോജനം ചെയ്യാനോ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. കറുത്ത കല്ലിനെ ചുംബിക്കാൻ ചുംബിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ കൈ കൊണ്ട് അതിൽ തൊട്ട് കൈ ചുംബിക്കണം. ബുഖാരി, മുസ്ലിമും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹം കറുത്ത കല്ലിൽ സ്പർശിക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുംബിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നത് കണ്ടതു മുതൽ ഞാനത് നിർത്തിയിട്ടില്ല. ഇനി ഒരു വ്യക്തിക്ക് തൻ്റെ കൈ കൊണ്ട് കറുത്ത കല്ല് തൊടുന്നത് എളുപ്പമല്ലെങ്കിൽ അവൻ അതിൽ എത്താൻ ഉന്തും തള്ളും പാടില്ല. കാരണം അത് അവനെയും മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കും. അവൻ്റെ വിനയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അവസ്ഥ അവനിൽ നിന്ന് അകന്നു പോയേക്കാം. അങ്ങനെ അവൻ തവാഫിൽ പ്രവേശിച്ച ആ കാര്യം ഉപേക്ഷിക്കുന്നു. അത് വിനയവും അള്ളാഹുവിൻ്റെ ആരാധനയുമാണ്. ഒരുപക്ഷെ ഇതുമൂലം അവൻ തെറ്റായ സംസാരത്തിലും തർക്കത്തിലും വഴക്കിലും ഏർപ്പെട്ടേക്കാം. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉന്തും തള്ളുമൊന്നും ഉണ്ടാക്കരുത്. ദൂരെ നിന്നായാലും കറുത്ത കല്ലിന് നേരെ കൈ ഉയർത്തിയാൽ മതിയാവും. ദൂരെ നിന്ന് കറുത്ത കല്ലിന് നേരെ കൈ ഉയർത്തിയാൽ മതി. എന്നാൽ അതിനുശേഷം അയാൾ കൈ ചുംബിക്കുകയോ ഹൃദയത്തിൽ തൊടുകയോ ചെയ്യുന്നില്ല. ആ സമയത്ത് കൈ ചുംബിക്കുകയോ ഹൃദയത്തിൽ തൊടാനോ പാടില്ല. ബുഖാരി ഇബ്നു അബ്ബാസിൽ നിന്ന് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്തിരുന്ന് തവാഫ് ചെയ്തു. ഓരോ തവണയും അദ്ദേഹം കറുത്ത കല്ലിലൂടെ കടന്നുപോയി. ഒരു റിപ്പോർട്ടിൽ ഇപ്രകാരം പറയുന്നു, അദ്ദേഹം തൻ്റെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും തക്ബീർ ചൊല്ലുകയും ചെയ്തു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അതായത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അതിനാൽ ഇത് ആരംഭിച്ചതിന് ശേഷം ഒരാൾ ഇടതുവശത്തേക്ക് തിരിയുന്നു. അങ്ങനെ കഅബ അവൻ്റെ ഇടതുവശത്ത് നിന്ന് മുന്നോട്ട് പോകുന്നു. അവൻ യമൻ മൂലയിലെത്തുമ്പോൾ ചുംബിക്കാതെ, യമൻ മൂല കറുത്ത കല്ലിൽ എത്തുന്നതിന് മുന്നേ ഉള്ള മൂലയാണ്, അവിടെ ചുംബിക്കാതെ എളുപ്പമാണെങ്കിൽ അവൻ അതിൽ തൊടുന്നു. കറുത്ത കല്ല് എത്തുന്നതിന് മുമ്പുള്ള അവസാന കോണാണ് ഈ യമൻ കോണ്. അവൻ ജനങ്ങളെ ഉന്താനും തള്ളാനും പാടില്ല. കറുത്ത കല്ലും യമൻ മൂലയും ഒഴികെ
വീടിൻ്റെ കഅബയുടെ മറ്റൊന്നും കൈകൊണ്ട് തൊടരുത്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാം നിർമ്മിച്ച അടിത്തറയിൽ അവശേഷിക്കുന്നത് ഇവ രണ്ടും മാത്രമാണ്. ഈ രണ്ട് മൂലകളല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പർശിച്ചിട്ടില്ല. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു, അത് ബുഖാരിയിലും മുസ്ലിമിലുണ്ട്. മുജാഹിദിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന്, അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് എന്നിവരോടൊപ്പം കഅബ തവാഫ് ചെയ്യുകയായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു 4 മൂലകളിലും സ്പർശിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തൊടാത്ത ഈ 2 മൂലകളിൽ നിങ്ങൾ എന്തിനാണ് തൊടുന്നത്? മുആവിയ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ഒന്നും അവശേഷിക്കേണ്ടതില്ല. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, താങ്കൾ പറഞ്ഞത് സത്യമാണ്. യമൻ മൂലയിലും കറുത്ത കല്ലിനും ഇടയിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പാരായണം ചെയ്യേണ്ടത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ റബ്ബേ, ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് നന്മ ചെയ്യണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. അതിനാൽ ഓരോ തവണയും ഒരാൾ കറുത്ത കല്ല് കടന്നു പോകുമ്പോൾ അവൻ ഇപ്പറഞ്ഞത് ചെയ്തതുപോലെ ചെയ്യുകയും തക്ബീർ ചൊല്ലുകയും ചെയ്യുന്നു. എന്നിരുന്നാലും 7ാമത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കുമ്പോൾ അവൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയോ തക്ബീർ ചൊല്ലുകയോ ചെയ്യുന്നില്ല. കാരണം അവൻ്റെ തവാഫ് അവസാനിച്ചു. തവാഫിൻ്റെ പ്രദക്ഷിണത്തിൽ ദിക്ർ, ദുആകൾ, ഖുർആൻ പാരായണം എന്നിവയിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്നതെന്തും ഉച്ചരിക്കാം. കഅബയുടെ തവാഫും സഫാ പർവ്വതത്തിനും മർവയ്ക്കും ഇടയിലുള്ള സൈയും അള്ളാഹുവിൻ്റെ സ്മരണക്കുള്ള സ്ഥലങ്ങളാണ്. ഒരാൾ പ്രദക്ഷിണത്തിൻ്റെ എണ്ണം മറന്നാൽ, എത്ര വട്ടം തവാഫ് ചെയ്തു എന്ന് മറന്നാൽ, അയാൾക്ക് ഉറപ്പുള്ളത് ഓർമ്മിക്കുകയും ശേഷിക്കുന്നവ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. അതിനാൽ അവൻ 3 തവാഫ് പൂർത്തിയാക്കി എന്ന് ഉറപ്പുണ്ടെങ്കിലും 4ാമത്തേത് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലെങ്കിൽ അവൻ ഇതിനധികം 4 ചെയ്തുവെന്ന് അനുമാനിക്കുന്നു. ഈ തവാഫിൻ്റെ വേളയിൽ പുരുഷൻ തൻ്റെ ഇഹ്റാം വസ്ത്രത്തിൻ്റെ ഒരു വശം വലത് കൈക്ക് കീഴിലാക്കി വലത് തോളും കൈയും തുറന്നു കാട്ടി ഇടത് മറച്ചു വെച്ചുകൊണ്ട് ഇടത് തോളിൽ അധികമുള്ള തുണി ഇടുക എന്നത് ഉംറക്ക് സുന്നത്താണ്. കൂടാതെ തവാഫിൻ്റെ ആദ്യ 3 പ്രദക്ഷിണം അവൻ വേഗത്തിലുള്ള ചെറിയ ചുവടുകൾ, ഇതിന് അർ റംൽ എന്ന് പറയും, എടുക്കണം. അവസാന 4-ലല്ല, ആദ്യത്തെ 3-ൽ. അവൻ സ്ത്രീകളെയോ കൊച്ചുകുട്ടികളെയോ പ്രായമായവരെയോ അനുഗമിക്കുകയാണെങ്കിൽ ഇതാവശ്യമില്ല. ഓക്കെ, അവൻ ഒറ്റക്കാണെങ്കിൽ ഈ ചെറിയൊരു അർ റംൽ ചെയ്യാവുന്നതാണ്, അത് സുന്നത്താണ്. കറുത്ത കല്ലിൽ അൽ ഹജറുൽ അസ്വദ് തുടങ്ങി അവിടെ അവസാനിക്കുന്ന 7 പ്രദക്ഷിണങ്ങളാണ് തവാഫ്. അൽ ഹിജറിൻ്റെ ഇടയിലൂടെ പ്രദക്ഷിണം ചെയ്യൽ അനുവദനീയമല്ല. ഇത് ഭാഗികമായി താഴ്ന്ന അർദ്ധവൃത്താകൃതിയിലുള്ള മതിലിനാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. 7 പ്രദക്ഷിണം പൂർത്തിയായാൽ ഇബ്രാഹിമിൻ്റെ അലൈഹിസ്സലാം മഖാമിലേക്ക് നീങ്ങുക. കറുത്ത കല്ലിൽ നിന്ന് വളരെ അകലെയല്ലാത്ത ചെറിയ ഗ്ലാസും പിച്ചള ഘടനയുമാണ് ഇതിന്. അതിനാൽ ഇബ്രാഹിമിൻ്റെ മഖാമിൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും വെച്ച് അദ്ദേഹം ചൊല്ലണം, വത്തഖ്ദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഇബ്രാഹിമിൻ്റെ മഖാം പ്രാർത്ഥനാ സ്ഥലമായി സ്വീകരിക്കുക. എന്നിട്ട് അവൻ ഇബ്രാഹിം മഖാമിൻ്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നു. കഴിയുമെങ്കിൽ അതിനോട് അടുത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ അകലെ. എന്നിട്ട് ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ആദ്യ റക്അത്തിൽ അദ്ദേഹം സൂറത്തുൽ കാഫിറൂനും 2ാമത്തെ റക്അത്തിൽ അവൻ സൂറത്ത് ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നു. ഹറമിൽ നിസ്കരിക്കുന്നവരുടെ മുമ്പിലൂടെ നടക്കുമ്പോൾ അവർക്കും അവരുടെ സുത്രയുടെയും ഇടയിൽ കടന്നു പോകുന്നത് പരമാവധി ഒഴിവാക്കണം, സുത്ര ഉണ്ടെങ്കിൽ.
ഒരാൾ ദുആ ചെയ്യുമ്പോൾ സുജൂദിന്റെ തൊട്ട് മുന്നിൽ ഒരു മുഴം നീളമോ ഉയരമോ ഉള്ള നിശ്ചലനായ ഒരു വ്യക്തിയാകാം ഒരാൾ നിസ്കരിക്കുമ്പോൾ. ആ വസ്തുവാണ് സുത്ര. ഇമാം നയിക്കുന്ന ജമാഅത്ത് നിസ്കാരങ്ങളിൽ ഈ നിയമം ബാധകമല്ല. കാരണം ജമാഅത്തിന്റെ സുത്ര ഇമാമിന്റെ സുത്രയാണ്. നിസ്കരിച്ച ശേഷം അവൻ സംസമിലെ വെള്ളത്തിലേക്ക് നീങ്ങുകയും, അങ്ങനെ മക്കാം ഇബ്രാഹിമിൽ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം സംസം വെള്ളത്തിലേക്ക് നീങ്ങുകയും അതിൽ നിന്ന് കുടിക്കുകയും തലയിൽ ഒഴിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംസം അവൻ എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതിനാണ്. ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അനുഗ്രഹീതമാണ്, ഇത് പോഷിപ്പിക്കുന്ന ഒരു പോഷണമാണ്, പ്രതിവിധി നൽകുന്ന ഒരു ശമനവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിൽ ഏറ്റവും നല്ല ജലം സംസമാണ്. പിന്നീട് അവൻ അങ്ങനെ സംസം വെള്ളം കുടിച്ച് തലയിലൊഴിച്ച് അവൻ വേണ്ട ദുആകളൊക്കെ ദുആ ചെയ്തതിന് ശേഷം അവൻ കറുത്ത കല്ലിലേക്ക് മടങ്ങുകയും കഴിവുണ്ടെങ്കിൽ അതിൽ തൊടുകയും ചെയ്യുന്നു. അല്ലാത്ത പക്ഷം അതിന് സാധിക്കുന്നില്ലെങ്കിൽ അയാൾ അതിന് നേരെ കൈകൊണ്ട് ആംഗ്യം ചെയ്യരുത്. അതിനാൽ അയാൾക്ക് അത് തൊടാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ സഫാ പർവ്വതത്തിലേക്ക് പോകുന്നു. സഫാ പർവ്വതത്തിന്റെ അരികിലെത്തിയാൽ അവൻ ഇങ്ങനെ ചൊല്ലുന്നു. ഇത് അൽ ബഖറയിലെ ആയത്താണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ തമറ ഹലാ അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. നബ്ദഉ ബിമാ ബദഅല്ലാഹു ബിഹി. നിശ്ചയമായും സഫായും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അതിനാൽ ആരെങ്കിലും ആ ഭവനത്തിങ്കൽ ഹജ്ജ് ചെയ്യുകയോ ഉംറ ചെയ്യുകയോ ചെയ്യുന്നതായാൽ അവൻ ആരിലൂടെയും പ്രദക്ഷിണം ചെയ്യുന്നതിന് തെറ്റില്ല. ആരെങ്കിലും സ്വമേധയാ വല്ല നന്മയും പ്രവർത്തിക്കുന്നതായാൽ നിശ്ചയമായും അള്ളാഹു നന്ദി കാണിക്കുന്നവനും സർവജ്ഞനുമാകുന്നു. ഇതാണ് ഖുർആനിലെ ആയത്ത്. എന്നിട്ട് അവൻ പറയുന്നു, അള്ളാഹു ആരംഭിച്ചതിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. സഫാ പർവ്വതത്തിന്റെ ചുവട്ടിൽ ഈ സമയത്തല്ലാതെ അദ്ദേഹം ഇത് പാരായണം ചെയ്യുന്നില്ല. അത് വീണ്ടും ആവർത്തിക്കുകയുമില്ല. അപ്പോൾ സഫാ പർവ്വതത്തിലേക്ക് കയറുമ്പോഴാണ് ഇത് പറയാം, പിന്നെ ആവർത്തിക്കൂല. പിന്നീട് കഅബ സാധ്യമെങ്കിൽ കാണാൻ കഴിയുന്നത് വരെ അവൻ സഫയിലേക്ക് കയറുന്നു. സഫയിലേക്ക് കയറിയിട്ട് കഅബ കാണുന്നത് വരെ അവൻ കഅബക്ക് അഭിമുഖമായി കൈകൾ ഉയർത്തി അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അൻജസ വഹ്ദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായ മറ്റാരുമില്ല, അവന് പങ്കാളിയില്ല. എല്ലാ ആധിപത്യവും സ്തുതിയും അവനാണ്. അവൻ മാത്രമാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. അവൻ എല്ലാറ്റിനും മേൽ സർവശക്തനാണ്, അവന് പങ്കാളിയില്ല. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റാരുമില്ല. അവൻ തൻ്റെ വാഗ്ദത്തം നിറവേറ്റുകയും തൻ്റെ ദാസനെ സഹായിക്കുകയും ചെയ്തു. അവൻ സഖ്യകക്ഷികളെ പരാജയപ്പെടുത്തി. അവൻ ഇത് 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും പാരായണത്തിന് ശേഷം മാത്രം അവൻ ആഗ്രഹിക്കുന്നിടത്തോളം അവൻ ആഗ്രഹിക്കുന്ന ഏത് ദുആ ഉപയോഗിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. തുടർന്ന് അവൻ സഫാ പർവ്വതത്തിൽ നിന്നിറങ്ങി മർവ പർവ്വതത്തിലേക്ക് നടക്കുന്നു, പച്ച ലൈറ്റുകൾ എത്തുന്നത് വരെ. അപ്പോൾ മുകളിൽ പച്ച ലൈറ്റുകൾ കാണപ്പെടും. അവൻ അതിലെത്തിക്കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രം അടുത്ത പച്ച വെളിച്ചത്തിൽ എത്തുന്നത് വരെ. അപ്പോൾ പച്ച ലൈറ്റ് കാണും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും പച്ച ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതെത്തുന്നത് വരെ അവൻ തൻ്റെ കഴിവിന് അനുസൃതമായി ഒരു ദോഷവും വരുത്താതെ വേഗത്തിൽ ഓടുന്നു. പിന്നെ മർവ പർവ്വതത്തിൽ എത്തുന്നത് വരെ അവൻ സാധാരണഗതിയിൽ നടക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ പച്ച ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ
മറവ എത്തുന്നത് വരെ സാധാരണ രീതിയിൽ നടക്കുന്നു, പിന്നെ ഓടുന്നില്ല. അവൻ അതിൽ ഭാഗികമായി കയറുകയും കിബിലയെ അഭിമുഖീകരിക്കുകയും കൈകൾ ഉയർത്തുകയും സഫ പർവ്വതത്തിൽ കയറിയപ്പോൾ താൻ ചെയ്തത് ആവർത്തിക്കുകയും ചെയ്യുന്നു. അതേ ദിക്റും പിന്നെ ദുആകളും. പിന്നെ അവൻ മർവയിൽ നിന്നിറങ്ങി സഫയിലേക്ക് നടക്കുന്നു. പിന്നെ വീണ്ടും സഫയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ആദ്യത്തെ പച്ചലൈറ്റ് എത്തുമ്പോൾ ഓടുകയും രണ്ടാമത്തെ പച്ചലൈറ്റ് എത്തുമ്പോൾ നിർത്തുകയും ചെയ്യുന്നു. സഫയിൽ അവൻ കയറുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കാനും പ്രാർത്ഥിക്കാനും ദുആയിൽ കൈകൾ ഉയർത്തി മുമ്പ് ചെയ്തത് വീണ്ടും ആവർത്തിക്കുന്നു. സഫയിൽ നിന്ന് മർവയിലേക്കുള്ള പ്രദക്ഷിണം ഒരു പ്രദക്ഷിണമാണ്. മർവയിൽ നിന്ന് സഫയിലേക്കുള്ള പ്രദക്ഷിണം 2, പിന്നെ മർവയിലേക്ക് 3. അപ്പോൾ 7 പ്രദക്ഷിണം പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ്. ശരിയായി ചെയ്താൽ ഒരാൾ എപ്പോഴും മർവയിൽ അവസാനിക്കും. 7ാമത്തെ പ്രദക്ഷിണത്തിൻ്റെ അവസാനം ഒരാൾ മർവയിലെത്തുമ്പോൾ അവൻ വീണ്ടും സ്തുതികളോ പ്രാർത്ഥനകളോ ചൊല്ലരുത്. കാരണം അവസാനിച്ചല്ലോ. മർവ പർവ്വതത്തിലെത്തിയതോടെ സൈ പൂർത്തിയായി. സഫക്കും മർവക്കും ഇടയിലൂടെ നടക്കുമ്പോൾ ദിക്ർ, ദുആ, ഖുർആൻ എന്നിവയിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്നത് എന്തും ഉച്ചരിക്കാം, പാരായണം ചെയ്യാം. സഫയുടെയും മർവയുടെയും വശത്തുകൂടിയുള്ള യഥാർത്ഥ കയറ്റവും പച്ച മാർക്കറുകൾക്കിടയിലുള്ള ഓട്ടവും സുന്നത്താണ്, നിർബന്ധമില്ല. ഇനി പച്ച ലൈറ്റുകൾ മാർക്കറുകൾക്കിടയിൽ സ്ത്രീകൾ ഓടരുത്. ഒരു പുരുഷൻ പ്രായമായവരോടോ സ്ത്രീകളോടോ കൊച്ചുകുട്ടികളെയോ അനുഗമിക്കുകയും ആൾക്കൂട്ടത്തിനിടയിൽ അവരെ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഓടേണ്ടതില്ല. മസ്ജിദിൻ്റെ ഏത് നിലയിലും തവാഫും സയ്യും നടത്താം. മസ്ജിദിന് നിലകളുണ്ട്, ഏത് നിലയിലും തവാഫും സയ്യും നടത്താം. എന്നിരുന്നാലും പൊതുവെ താഴത്തെ നിലയിൽ തവാഫ് വേഗത്തിലാണ്, കൂടുതൽ തിരക്കും. വേഗത്തിൽ തവാഫ് കഴിയും, എന്നാൽ കൂടുതൽ തിരക്കായിരിക്കും. മുകളിലത്തെ നിലകളിൽ തിരക്ക് കുറവാണെങ്കിലും കൂടുതൽ സമയമെടുക്കും. സൈ എല്ലാ നിലയിലും ഒരേ ദൂരമാണെങ്കിലും താഴത്തെ നിലയിൽ കൂടുതൽ തിരക്കുണ്ടാകും. മസ്ജിദിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സംസം വെള്ളത്തിൻ്റെ പൈപ്പുകൾ കാണാം. ഒരാൾ തവാഫ് അല്ലെങ്കിൽ സൈ ചെയ്യുന്നതിനിടയിലാണ് ജമാഅത്ത് നിസ്കാരം ആരംഭിക്കുന്നതെങ്കിൽ അവൻ ജമാഅത്തിൽ ചേരുകയും അവരോടൊപ്പം നിസ്കരിക്കുകയും വേണം. പൂർത്തിയാക്കിയ ശേഷം അവൻ നിർത്തിയെടുത്ത് നിന്ന് തുടരുന്നു. ആർത്തവവും പ്രസവാനന്തര രക്തസ്രാവവുമുള്ള സ്ത്രീ തവാഫും സയ്യും ചെയ്യരുത്. അവൾ നിസ്കരിക്കാൻ പാടില്ല. പക്ഷേ രക്തസ്രാവത്തിൽ നിന്ന് ശുദ്ധമാകുന്നത് വരെ അവൾ ഇഹ്റാമിൽ തുടരും. അതിനുശേഷം അവൾക്ക് ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കാം. അവളുടെ രക്തസ്രാവം ആർത്തവുമല്ല പ്രസവത്തിൽ നിന്നുമല്ലെങ്കിൽ, അതായത് അത് ഇസ്തിഹാദ രക്തസ്രാവമാണെങ്കിൽ, ആർത്തവമല്ലാത്തത് അല്ലെങ്കിൽ പ്രസവിച്ച് 40 ദിവസത്തിന് ശേഷമുള്ള രക്തസ്രാവമാണെങ്കിൽ അവൾ ആ ഭാഗം കഴുകുകയും ഒരു പാഡ് ഉപയോഗിക്കുകയും വുളു ചെയ്യുകയും ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കുകയും വേണം. ബാറക്കല്ലാഹു ഫീക്കും. സൈയുടെ 7 പ്രദക്ഷിണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു പുരുഷൻ ഒന്നുകിൽ മുണ്ടനം ചെയ്യണം, അല്ലെങ്കിൽ മുടി ചുരുക്കണം. മുണ്ടനം ചെയ്യുന്നതാണ് പുരുഷന് ഉത്തമം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മുടി ചെറുതാക്കണം, തല മുണ്ടനം ചെയ്യരുത്. അവളുടെ തലമുടിയിൽ നിന്നൊരു വിരൽ തുമ്പിലെ മുടി നീക്കം ചെയ്യണം. പുരുഷൻ മുണ്ടനം ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ തല മുഴുവൻ ഷേവ് ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ ഒരു മനുഷ്യൻ തൻ്റെ മുടി ചെറുതാക്കുകയാണെങ്കിൽ അത് അവൻ്റെ തലയുടെ എല്ലാ ഭാഗത്തു നിന്നും എടുക്കണം. ഈ പ്രവൃത്തികളോടെ ഉംറ പൂർത്തിയാവുകയും അവൻ ഇഹ്റാമിൻ്റെ അവസ്ഥയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു. മുമ്പ് നിഷിദ്ധമായിരുന്നതെല്ലാം ഇപ്പോൾ അവന് അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഉംറയുടെ അനുഷ്ഠാനങ്ങളുടെ സംഗ്രഹം നമുക്ക് നോക്കാം. 1. വലിയ അശുദ്ധിയുടെ കുളി പോലെ കുളിക്കുക. പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കുക, സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കരുത്. താടിയിലും തലയിലും ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇഹ്റാം വസ്ത്രത്തിൽ ഉപയോഗിക്കരുത്, സ്ത്രീകൾ ഉപയോഗിക്കരുത്.
2 ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ, ഇസാറ്, റില, താഴത്തതും മുകളത്തതും വസ്ത്രം, ആ തുണി ധരിക്കുക. സ്ത്രീകൾക്ക് അവളുടെ ജിൽബാബിന് കീഴിൽ അവൾ തിരഞ്ഞെടുക്കുന്നത് എന്തും ധരിക്കാം, ജിൽബാബിൻ്റെ അടിയിൽ. പക്ഷെ അവൾക്ക് നിക്കാബ് കെട്ടാനോ കയ്യുറകൾ ധരിക്കാനോ കഴിയില്ല. നിക്കാബ് ഇട്ടിട്ടില്ലെങ്കിലും അവൾക്ക് എന്ത് ചെയ്യാം? ജിൽബാബിൻ്റെയോ ഹിമാറിൻ്റെയോ തുണി കൊണ്ട് അന്യപുരുഷന്മാർ വന്നാൽ മുഖം മറക്കാം, പക്ഷെ നിക്കാബ് ഉപയോഗിക്കാൻ പാടില്ല. 3 നിയുക്ത മീഖാത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിനുള്ള ഉച്ചാരണം. അപ്പോൾ തൽബിയത്ത്. പിന്നീട് ഒരാൾ തവാഫ് ആരംഭിക്കുന്നത് വരെ തൽബിയത്ത് ഓതുന്നു. 4 കഅബയുടെ തവാഫ് 7 പ്രദക്ഷിണമാണ്. കറുത്ത കല്ലിൽ അൽ ഹജറുൽ അസ്വദിൽ ആരംഭിച്ച് കറുത്ത കല്ലിൽ അവസാനിക്കുന്നു. 5 ഇബ്രാഹിം മക്കാമിൻ്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുക. 6 സഫക്കും മർവക്കും ഇടയിലുള്ള സൈ. സഫയിൽ നിന്ന് ആരംഭിച്ച് മറവയിൽ അവസാനിക്കുന്ന 7 പ്രദക്ഷിണം. 7 പുരുഷന്മാരുടെ മുടി മുണ്ടനം ചെയ്യുകയോ ചെറുതാക്കുകയോ ചെയ്യുക. സ്ത്രീകൾ മുടികൾ ചെറുതാക്കുന്നു, മുണ്ടനം ചെയ്യരുത്. ഇനി മക്കയിലുള്ളപ്പോഴുള്ള സുന്നത്ത് തവാഫുകൾ. ഈ തവാഫുകൾ എപ്പോൾ വേണമെങ്കിലും രാവും പകലും ചെയ്യാം. ഓരോ തവാഫും കഅബയുടെ 7 പ്രദക്ഷിണമാണ്. ഇതിൽ ഇഹ്റാം കെട്ടലില്ല. ഇഹ്റാമിൻ്റെ നിയമങ്ങൾ ബാധകവുമല്ല. പുരുഷന്മാർ ഓടുകയോ വേഗത്തിൽ നടക്കുകയോ ചെയ്യരുത്. വലതു തോളുകൾ മറയ്ക്കുകയുമില്ല. ഓരോ 7 പ്രദക്ഷിണത്തിന് ശേഷവും ഇബ്രാഹിമിൻ്റെ മക്കാമിന് പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കണം. സഫക്കും മർവക്കും ഇടയിൽ സഈ ഇല്ല. ഇത് തവാഫിൻ്റെ സുന്നത്തുകളാണ്. ഉംറ അല്ലാത്തപ്പം ചെയ്യുന്ന തവാഫിൻ്റെ സുന്നത്തുകൾ. അപ്പോൾ മക്കാമ് ഇബ്രാഹിമിൻ്റെ അടുത്ത് 2 റക്അത്ത് നിസ്കാരമുണ്ട്, തവാഫുണ്ട്, പക്ഷേ സഈ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബക്ക് ചുറ്റുമുള്ള തവാഫ് നിസ്കാരത്തിന് സമാനമാണ്, നിങ്ങൾ സംസാരിക്കുന്നത് ഒഴികെ. അതുകൊണ്ട് അതിൽ സംസാരിക്കുന്നവൻ നല്ലതല്ലാതെ പറയരുത്. അപ്പോൾ തവാഫ് ചെയ്യുമ്പം ആവശ്യം വന്നാൽ സംസാരിക്കുക. ഇത് തിർമിദി റിപ്പോർട്ട് ചെയ്തതാണ്, നമ്പർ 960. അനാവശ്യ സംസാരങ്ങൾ പാടില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നിവേദനം. ഒരു മനുഷ്യൻ പറഞ്ഞു, ഓ അബു അബ്ദുറഹ്മാൻ, ഈ 2 മൂലകളിലും, അതായത് യമൻ മൂലയും കറുത്ത കല്ലും മാത്രം തൊടുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, അവയെ സ്പർശിക്കുന്നത് പാപങ്ങൾ മായ്ക്കുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു, ആരെങ്കിലും 7 പ്രാവശ്യം വീടിൻ്റെ പ്രദർശനം നടത്തിയാൽ അതൊരു അടിമയെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇതാണ് അതിൻ്റെ പ്രതിഫലം. ഇത് അൻ-നസായി നമ്പർ 2919. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും ഈ വീടിന് ചുറ്റും 7 തവണ തവാഫ് ചെയ്യുകയും അത് നിരീക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് അവൻ ഒരു അടിമയെ മോചിപ്പിച്ചതിന് തുല്യമാണ്. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഒരു കാൽ താഴ്ത്തുകയോ മറ്റൊന്ന് ഉയർത്തുകയോ ചെയ്യുന്നില്ല, അള്ളാഹു അവനിൽ നിന്നൊരു പാപം നീക്കം ചെയ്യുകയും ഒരു സൽക്കർമ്മം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നല്ലാതെ. ഇത് തിർമിദി നമ്പർ 959. ഹിഷാം ഇബ്നു ഉർവയിൽ നിന്ന് മാലിക് വിവരിച്ചു, തൻ്റെ പിതാവ് അതായത് സുബൈർ അവർക്കിടയിൽ പ്രാർത്ഥിക്കാതെ 7 തവാഫുകളുടെ 2 പ്രദക്ഷിണം ഒരുമിച്ച് ചെയ്യാറില്ല. അപ്പോൾ ഓരോ 7 തവാഫുകൾക്ക് ശേഷവും അദ്ദേഹം 2 റക്അത്ത് നിസ്കരിക്കും. ചിലപ്പോൾ ഇബ്രാഹിമിൻ്റെ മക്കാമിലും ചിലപ്പോൾ മറ്റൊരിടത്തും. അപ്പോൾ നിസ്കരിച്ചിട്ട് പിന്നൊരു തവാഫ് ചെയ്യാറുള്ളൂ. ഇത് മാലിക്കിൻ്റെ അൽ മുവത്ത നമ്പർ 117 കാണുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദർസ്. ഇവിടെ കഴിഞ്ഞു. ഷെയ്ഖ് അബു ഖദീജ ഹഫിദഹുള്ള ഉപയോഗിച്ച ഗ്രന്ഥങ്ങൾ: അല്ലാമ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ്റെ മനാസിക് അൽ ഹജ്ജ് വൽ ഉംറ, അല്ലാമ മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുള്ളയുടെ മനാസിക് അൽ ഹജ്ജ് വൽ ഉംറ, അല്ലാമ ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ഹജ്ജിൻ്റെയും ഉംറയുടെയും അനുഷ്ഠാനങ്ങളുടെ ഫത്വകൾ. ബാറക്കല്ലാഹു ഫീക്കും, ഹഫിദകുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.